ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ പകലും ഓരോ രാത്രിയും നാം സഞ്ചരിക്കുന്നു. എന്റെ ഈ യാത്ര തനിച്ചായിരുന്നില്ല. ആരുടെയും ജീവിതം തനിച്ചായിരിക്കില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ കോംപ്ലിമെന്ററി ഫുഡൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും പച്ചപ്പ്, എന്താ രസം. വ്യാഴാഴ്ച 12 മണിക്കാണ് ട്രെയിൻ ട്ടാ, അതായത് രാത്രി 12 മണിക്ക്. അപ്പോൾ ഞങ്ങൾ ബുധനാഴ്ച തന്നെ യാത്ര തുടങ്ങി. വേറെ എവിടേക്കല്ല, ഈ ട്രെയിൻ കോഴിക്കോട് നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൊച്ചിയിൽ ഞങ്ങൾക്ക് പോകാൻ എളുപ്പം കോഴിക്കോടായതുകൊണ്ട് നേരെ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു കേട്ടോ. കുറ്റിപ്പുറം തിരൂര് പോണ റൂട്ട് കേട്ടോ. അത്രയും വലിയ ഹൈവേ ആണ്. എന്നിട്ട് അവർ റോഡ് കാണിച്ചു വെച്ചേക്കാൻ നോക്കി. വണ്ടി മറ്റേ അമ്യൂസ്മെന്റ് പാർക്കിൽ കയറിയ പോലത്തെ അവസ്ഥയാണ്. ഈ പാലത്തിൽ കൂടെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഫറൂഖ് പാലാണ്. അപ്പോൾ അവിചാരിതമായിട്ടാണ് പോകാൻ പറ്റിയത്. അപ്പൊ ഞാൻ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ നോക്കി നോക്കി, അടിപൊളി വൈബാട്ടോ ഈ ഫറൂഖ് പാലത്തിലൂടെ പോകാൻ. History tells us that powerful people come from powerful places. History was wrong. Powerful people make places. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന കാഴ്ച കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കി നോക്കിയ രാത്രി ഏകദേശം 12 മണിയുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. സംഭവം നല്ല വൈബാണ് കേട്ടോ അവിടെ ഇരിക്കാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. 4 സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിച്ച് കത്തിയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ വരണ കണ്ടുകൊണ്ട് അത് രസമല്ല കാണാൻ. അപ്പം അതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു. ട്രെയിൻ വരതും ആൾക്കാർ പോകുന്നതും ഓരോരുത്തർ ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളും അത് കാണാൻ ഒരു രസമാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബിൽ ഇങ്ങനെ ഇരിക്കാം. ഞാനതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എവിടേക്കാണ് പോണേന്ന് ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വേറെ എവിടേക്കല്ല, മുംബൈക്കൊന്ന് പോവാണ്. മുംബൈയിൽ നിന്ന് കാണാം, ഒന്ന് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എല്ലാവർക്കും ലീവും ഉണ്ട് ഞങ്ങൾ കൂട്ടുകാരന്മാർക്ക്. അപ്പോൾ ഞങ്ങൾ മുംബൈക്ക് ലക്ഷ്യം വെച്ചു. പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ആകെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോഴേ ലോകമാനത്തിലേക്ക്. അതാണെങ്കിൽ എല്ലായിടത്തും സ്റ്റോപ്പും ഇല്ല. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എറണാകുളത്ത് നിന്ന്, പിന്നെ മുംബൈ. ലോകമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ദുരന്തോ എക്സ്പ്രസ് എന്നുള്ള ഈ ട്രെയിനിൽ കേട്ടോ. ഞാൻ 4-5 സ്റ്റോപ്പുകളുള്ളൂ. ഒന്ന് നമ്മുടെ കൊച്ചി, പിന്നെ അതുപോലെ കോഴിക്കോട്, മംഗലാപുരം, പിന്നെ മഡ്ഗവും, പനവേലി, പിന്നെ നമ്മുടെ ലോകമാനത്തിലേക്ക് എന്നുള്ള സ്റ്റോപ്പ്. കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാരണം അധികം തിരക്കൊന്നും വരില്ല. അതുകൊണ്ട് ടോയ്ലറ്റൊക്കെ നല്ല നീറ്റായിരുന്നു. കണ്ടില്ലേ, ഞാൻ സെൽഫി ഒക്കെ എടുത്തു. സാധാരണ ട്രെയിൻ ഇങ്ങനെ ആവില്ല. ജാതി കച്ചറി ഇതൊക്കെ ആവുക. സ്ലീപ്പർ ക്ലാസ് എടുക്കാം. ഇത് സ്ലീപ്പർ ക്ലാസ് ഒക്കെ നല്ല നീറ്റാട്ടോ. അത്യാവശ്യം ബാത്റൂമും പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടാ. എന്റെ വീട് ശരിക്കും പറഞ്ഞ തൃശ്ശൂരാണ്. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് കോഴിക്കോട് വരെ പോയി ട്രെയിൻ കയറാറുണ്ട്. അപ്പൊ അത് ടയറായി പെട്ടെന്ന് തന്നെ കിടന്നു തുടങ്ങി. പിന്നെ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കോംപ്ലിമെന്ററി ആണ്. നമുക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 1000 രൂപയാണ്. പക്ഷെ അതിൽ നമുക്ക് രാവിലത്തെ ഉച്ചത്തെ രാത്രി ഫുഡ് ഉണ്ട്. ഞങ്ങൾ ആദ്യത്തേത് വെജ് ഓർഡർ ചെയ്ത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും പിന്നെ എന്താ പറയുക അവരുടെ സബ്ജി പോലത്തെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കാനും പറ്റില്ല. ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ കളയുക ചെയ്തത്. ഭക്ഷണം കളയുന്ന തെറ്റാണെന്നറിയാം. എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റണ്ടേ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ട്രെയിൻ യാത്ര. അത് ഇത്ര ലോങ് പോകുമ്പോൾ അതായത് ഏകദേശം 20 മണിക്കൂർ 22 മണിക്കൂർ നമ്മൾ ട്രെയിനിൽ തന്നെയാണ്. അത് കണ്ടില്ലേ, നല്ല രസത്തിലുള്ള ഓരോ കാഴ്ചകള്.
അത്യാവശ്യം നേരം ഈ പാലം. അപ്പൊ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല വൈബാ. അത് കണ്ടു ഉണ്ടല്ലേ, ഓരോ ഭാഗത്തും ഓരോ സീനറീസ് ആണ്. ഒന്നിൽ പുഴ, അത് കഴിഞ്ഞാൽ നല്ല കാട്, ഇട തുറന്ന കാട്. ഇതൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യുന്ന ഭയങ്കര രസമല്ലേ. രാവിലെ ഒരു 10:30 കൂടിയിട്ട് നമ്മുടെ മഡ്ഗോൺ സ്റ്റേഷൻ എത്തിയിട്ടാ. അപ്പോൾ മഡ്ഗോൺ സ്റ്റേഷനിലേക്ക് കിടക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഞങ്ങളൊന്ന് ചിന്തിച്ചു ഗോവയിലേക്ക് പോയതെന്ന്. പിന്നെ വിചാരിച്ചാണ്, ഓൾറെഡി ഞങ്ങൾ ഗോവ ഒരു 3 വട്ടം ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ മുംബൈ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ മുംബൈ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നേരെ മുംബൈ ലക്ഷ്യമായിട്ട് അങ്ങോട്ട് നീങ്ങി. ഈ കേസ് മുന്നോട്ട് തുടങ്ങുന്നതെങ്കിലോ മഡ്ഗോൺ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ ട്രെയിനിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് വേറെ സ്റ്റേഷൻസ് ഒന്നുമില്ല, കുറച്ച് സ്റ്റേഷൻസ് ഉള്ളു. മഡ്ഗോൺ, പിന്നെ അതുപോലെ തന്നെ മംഗലാപുരം, പനവേൽ, അങ്ങനെ 3-4 സ്റ്റേഷനുള്ളൂ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഭക്ഷണം മേടിച്ചു, മുട്ട പപ്സ് മേടിച്ചു കൊടുന്നു. അതൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച് ഞങ്ങൾ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഡ്ഗോണിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. സമയം 10 ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. അതായത് ഗോവയിലത്തെ പാലായിട്ടാണ് കാണുന്നത്. അതായത് അത്രയും നല്ല രസത്തിലാണ് അവർ ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഇവിടെ ചെയ്തു തരികയൊക്കെ ചെയ്യാം. കാരണം ടൂറിസവും കാര്യങ്ങളൊക്കെ അത്രയും ഡെവലപ്മെന്റ് ആവും. കാരണം അവിടെ അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ നാട്ടില് ടൂറിസം ഒക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഒന്നും ആരും മൈൻഡ് ചെയ്യണം കൂടി ഇല്ല. മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് അത് കണ്ടുകൊണ്ട് പോവാൻ, യാത്ര ചെയ്യാനൊക്കെ നല്ല വൈബാണ് കേട്ടോ. കണ്ടില്ലേ, പക്ക അത്രയും ഇത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഫീല് പറയാ. അപ്പോൾ ഞാൻ പറയണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം അത്ര വലിയ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ട് ആകായത് ഞങ്ങൾക്ക് 4 പേരുണ്ടായിരുന്നു. ആകെ 20,000 രൂപ ചിലവായത്. കാരണം നമുക്ക് ട്രെയിനിന് ഭയങ്കര കോസ്റ്റ് കുറവാണ്. 1000 രൂപയാണ് ഈ ട്രെയിനിൽ മുംബൈ എത്താം.
അതും കഴിഞ്ഞ് അവിടെ റൂമിനൊക്കെ ജസ്റ്റ് ഒരു 500 രൂപ 600 രൂപയുടെ റൂം കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. ഫുഡ് ആയാലും ചീപ്പ് റേറ്റാണ് ഫുഡിനൊക്കെ. ഏകദേശം ഒരു 12-1 മണിയോട് പോയിട്ട് അവർ ഫുഡ് നമുക്ക് എത്തിച്ചു തന്നു. അപ്പോൾ അതിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. 3 പേർക്കും 3 പ്ലേറ്റിൽ ഫുഡ് കൊടുന്നു തന്നു. വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല. ചപ്പാത്തി ഉണ്ട്, പിന്നെ ഒരു പ്ലേറ്റിൽ ചോറ്. ഞങ്ങൾ വെജിറ്റേറിയൻ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ചോറുണ്ട്, പിന്നെ ഒരു പാക്ക് കണ്ടില്ലേ അതിൽ തൈര്, പിന്നെ അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞാൽ നമുക്ക് പനീർ കറി ഉണ്ട്. അപ്പോൾ പനീർ കറി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ ദാലിൻ്റെ പരിപ്പ് കറി പോലത്തെ ഇതുമുണ്ട്. സംഭവം കഴിക്കുന്നവർക്ക് കഴിക്കാം, നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാ മലയാളീസിനും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരിപ്പ് കറിയും അതും അവരുടെ ഒരു ടേസ്റ്റാണ് ആ പരിപ്പ് കറിക്കൊക്കെ ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. നമ്മൾ മലയാളീസ് ഒന്നും പോകണമെങ്കിൽ നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം ചോറൊക്കെ നല്ല തണുത്തിട്ട് ഇരിക്കുകയാണ്, ചപ്പാത്തി അതെ. അപ്പോൾ വിറങ്ങലിച്ച് അത്രയും ലോ ക്വാളിറ്റി ഫുഡാണ് അവർ തരുന്നത്. ചെന്നൈയിൽ ക്യാമ്പറാത്താ തൈരല്ലടാ പരിപ്പ് കറി. ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിട്ടു കേട്ടോ. അതായത് രാജാപൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ പിടിച്ചിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒക്കെ പിടിച്ചിട്ടു. അതിൻ്റെ വീണ്ടും ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എന്താന്ന് വെച്ചാൽ നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോഴുള്ള സ്റ്റേഷനൊക്കെ നല്ല വൈബ് സ്റ്റേഷനാണ്. അതായത് പക്കരിക്കാട്ടില് ഫുൾ അങ്ങോട്ട് നോക്കിയാൽ സീനറി ആയിട്ടുള്ള സ്റ്റേഷൻ കേട്ടോ. എല്ലാ സ്റ്റേഷനും ഞങ്ങൾ പോയെന്ന് വെച്ചിട്ടുള്ള എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനൊക്കെ അങ്ങനെയാണ്. അതായത് ആൾക്കാർ ഭയങ്കര കുറവ്, എവിടെ നോക്കിയാലും ഹരിതമായത്. പിന്നെ ഞങ്ങൾ വന്ന ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല, നല്ല സുഖത്തിൽ വരാം. എന്താ പറയുക, തുരങ്കത്തിലൂടെയുള്ള യാത്ര അതും നല്ല രസമാട്ടാ. പോവാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണ്, ഒരു എക്സ്പീരിയൻസ് അല്ലേ. എത്ര വലിയ മല തുറന്നിട്ടാണ് ഈ തുരങ്കം ഉണ്ടാക്കിയേക്കണെന്ന് അറിയോ. ചിലതൊക്കെ 10 കിലോമീറ്റർ ഒക്കെയാണ് ഒരു തുരങ്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഇപ്പൊ തുരങ്കത്തിന്റെ വലിപ്പം കണ്ടില്ലേ, എത്ര വലിപ്പം നോക്കി നോക്കിയേ. ഞാൻ ഒരു എഡിറ്റ് പോലും ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് അതിൽ വെച്ചേക്കണ. നോക്കി നോക്കിയേ, അത്യാവശ്യം നേരമാണ് കേട്ടോ ഒരു തുരങ്കം തന്നെ. അതുപോലത്തെ ഒരുപാട് തുരങ്കങ്ങളിലൂടെയാണ് നമ്മൾ മുംബൈ എത്തുക. അപ്പൊ ആ യാത്ര എത്ര മനോഹരമായിരിക്കും ആലോചിച്ച് നോക്കിയേ. ട്രെയിനിന്റെ യാത്ര നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. കാരണം കമ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. ഇത് ആകെ 4 സ്റ്റോപ്പുകളായിരുന്നു. ആൾക്കാർ ഭയങ്കര കുറവായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അത് നല്ലൊരു കാഴ്ചയല്ലേ, കണ്ടില്ലേ? ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നതും നമ്മളതിൻ്റെ സൈഡിൽ കൂടെ പോകണതും ഇതൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ വീട്ടിലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. എന്ന് വിചാരിച്ചാൽ എല്ലാവരും ട്രിപ്പ് പോകാനും പറയുന്നില്ല. കാരണം ഒരു രസമാണ് ഇതൊക്കെ സംഭവം. ഓരോരുത്തർക്കും ഓരോ എൻജോയ്മെന്റ് ആണ്. കണ്ടില്ലേ, പാറകൾ ഇടിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് അവര് നല്ല ശക്തിയായിട്ടുള്ള കമ്പി കൊണ്ടുള്ള വല കെട്ടിച്ചേക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ തെറ്റത്തിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇതില്ലേ തുരങ്കത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം, അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത്. അതാരും ആവർത്തിക്കരുത്, ചെയ്യരുത് കേട്ടോ. കണ്ടില്ലേ, സംഭവം നല്ല രസമാണ്, പക്ഷെ റിസ്ക് ആണ്, ചെയ്യാതിരിക്കുക ആരും.
വൈകിട്ട് 6 മണി 7 മണിയൊക്കെ ആയിട്ടാ. എന്നാലും നല്ല രസമാണ് കേട്ടോ അതൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാൻ. ഫുഡ് വലിയ കാര്യമൊന്നും കേട്ടോ. കാരണം നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് അവർ നമ്മളോട് ചെയ്യുന്നത് ഭയങ്കര അക്രമമാണ്. കാരണം രാവിലത്തെ ഫുഡ് തന്നെയാണ് വൈകിട്ടും. ചോറ്, ചപ്പാത്തി, ദാല്, പിന്നെ പനീർ കറി, പിന്നെ ഒരു അച്ചാർ കൂടുതലായിരുന്നു, വേറെ ഒന്നുമില്ല. അതും ഫുഡ് ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. ഏകദേശം 20 മണിക്കൂറോളായി ട്രെയിനിൽ. എല്ലാവർക്കും വയ്യാതെ തുടങ്ങി, ബോറടിച്ച് പൊണ്ടാറിറങ്ങി ട്രെയിനിൽ. കുറേയൊക്കെ തമാശ പറയും. അങ്ങനെ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ട് പനവേല്. അപ്പോൾ പനവേല് എല്ലാവരും ചാടി ഇറങ്ങാണ്. അത് മുമ്പിലത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേഷനാണ് പനവേലും ലോകമാന്യത്തിലേക്കും. ഇതാണ് പനവേൽ സ്റ്റേഷന്റെ ഓവർവ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സും പിന്നെ അതുപോലെ മൊബൈൽ ഫോണൊക്കെ സൂക്ഷിച്ചുകൊള്ളണം. കാരണം കള്ളന്മാർ അത്രയ്ക്കധികമുള്ള ഏരിയയാണ്. അപ്പോൾ പക്കയായിട്ട് കയറി നിൽക്കാൻ എല്ലാവരും പറയുന്നുണ്ട്. നൈറ്റ് മുംബൈ കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. കാരണം നോക്കിയെങ്കിൽ ലൈറ്റും ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് വേറെ ലെവല് വ്യൂ ആണ് സത്യം പറഞ്ഞാൽ. വെറും വീഡിയോ ക്യാമറയിൽ കാണാൻ ഇത്രയും ഭംഗിയുണ്ട് മുംബൈയുടെ ടൗൺ കേട്ടാ. അപ്പം നേരിട്ട് കാണുമ്പോൾ ഉള്ള ഫീൽ എന്തായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ഇപ്പൊ സമയത്ത് നമ്മൾ ലോകമാന്യത്തിലേക്ക് സ്റ്റേഷനിൽ എത്തിട്ടാ. ഏകദേശം 9:40 ആയി. നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്നു വിറച്ചു. ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ച് എന്തായത് കരിഞ്ഞു പോയതാണ്. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്നേ എല്ലാവരും ശ്രദ്ധിക്കൂ. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത് അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. ആളുകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുല്ലാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാൻ. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി.
ഇത് നല്ല അടിപൊളി സ്റ്റേഷനായിട്ട് ഏകദേശം 16 പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള സ്റ്റേഷനാണ്. കാരണം ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്റ്റേഷൻ എന്ന് പറഞ്ഞാണ് ലോകമാന്യ തിലക് സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോകുക. കാരണം നിങ്ങൾ ഇനി ലോകമാന്യ തിലകിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ രാത്രി 9:30 ഞങ്ങൾ മുംബൈ ലോകമാന്യ തിലക് സ്റ്റേഷനിൽ എത്തിയിട്ടാ. അപ്പോൾ അതിലത്തെ വീഡിയോ ഒക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇതിലുള്ള വിശേഷങ്ങളും അവിടെ എന്തൊക്കെ കാണണം എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു വട്ടം പറഞ്ഞു, എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു മാത്രം.